ഈശോയുടെ സ്വപ്നവും ഈശോ ജീവിതം സമർപ്പിച്ചതുമായി ദൈവരാജ്യത്തിൽ നിന്ന് മാറി സമുദായത്തിലേക്ക് ചുരുങ്ങാൻ ഒതുങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പരിണത ഫലം എന്താണ്? കേരളത്തിലെ ക്രിസ്ത്യാനികളും ക്രിസ്തുവും തമ്മിലുള്ള അകലം 2000 വർഷത്തേക്കാൾ പഴമയുള്ളതാണെന്ന് പറയേണ്ടി വരും. 2000 വർഷങ്ങൾക്ക് മുമ്പ് കീഴാളർക്ക് വേണ്ടിയിട്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ എടുക്കുകയും അതിൻ്റെ പേരിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലുകയും ചെയ്ത ക്രിസ്തുവിൻ്റെ അനുയായികൾ കേരളത്തിൽ വന്നെത്തി നിൽക്കുന്ന അവസ്ഥയാണിത്. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയില്ലേ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ്, ഈ പറയുന്നത് എന്താ? ഇത് ആ കുലത്തിൻ്റെ ദൈവമാണിത്, കുലദൈവം. ഇതിനെക്കുറിച്ച് തന്നെ സ്നാപകൻ അന്നത്തെ ശ്രോതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പിതാവായിട്ട് അബ്രാഹമുണ്ട് എന്നതിൽ അഭിമാനിക്കരുത്. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്തതികളെ ഉണ്ടാക്കാൻ ദൈവത്തിന് പറ്റും. കുലം, ഗോത്രത്തെ നിഹനിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം കടന്നു വരുന്നത്. വളരെ കൃത്യമായിട്ട് ഓർക്കണം, ഈശോ യൂതനായിരുന്നു പോരാ, യൂദാ ഗോത്രത്തിൽ പിറന്നവനായിരുന്നു. എന്നാൽ ജീവിതകാലത്ത് ഒരിക്കൽ പോലും ഈ ഗോത്രത്തെ സംരക്ഷിക്കാനോ യൂദാ ഗോത്രത്തെ വളർത്താനോ യൂദാ ഗോത്രത്തെ ബലപ്പെടുത്താനോ ആയിരുന്നില്ല ഈശോ പ്രവർത്തിച്ചതും ജീവിച്ചതും. മറിച്ച് എന്തായിരുന്നു? മറിച്ച് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവരാജ്യം. 117 പ്രാവശ്യമാ സുവിശേഷങ്ങളിൽ ഈ വാക്ക് വരുന്നത്. ഗോത്രം ഈശോയുടെ വായിൽ നിന്ന് വരുന്നതേയില്ല. നമ്മുടെ ഇന്നത്തെ സമുദായത്തിന് തുല്യമായിട്ട് അന്നത്തെ ഗോത്രത്തെ കാണാൻ പറ്റും. എന്നിട്ടോ ഈശോ പറയുന്ന കഥയിൽ അതിലെ ഏറ്റവും വലിയ ഹീറോയായിട്ട് കൊണ്ടുവരുന്നത് എതിർ സമുദായത്തിൽ സമറിയാക്കാരിൽ ഒരുവനെയാണ് കൊണ്ടുവരുന്നത്. നല്ല സമറിയാക്കാരൻ പോരാ, ഈശോയുടെ ആദ്യത്തെ പ്രഘോഷക എന്ന് പറയാവുന്നത് സമറിയാക്കാരി സ്ത്രീയാണ്. അതിനുമപ്പുറത്ത് കുഷ്ഠരോഗികളിൽ 9 യൂതന്മാരും തിരിച്ചു പോകുമ്പോൾ സമറിയാക്കാരനാണ് നന്ദി പറയാൻ തിരിച്ചു വരുന്നതും പോരാ, അതുകൊണ്ട് രക്ഷ കൈവരിക്കുന്നതും. ഇനി മറ്റൊരു സമുദായം എന്ന് പറയാവുന്ന അന്നത്തെ സീറോ ഫെനീഷ്യൻ സ്ത്രീ, അവളോട് പറയുന്നത് മക്കൾക്ക് നിഷേധിക്കപ്പെട്ട അപ്പം സൗഖ്യം അവൾക്ക് കിട്ടുക, മക്കളുടെ സ്ഥാനത്തേക്ക് അന്യ സമുദായക്കാരിയെ കയറ്റി വയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ഒരു സമുദായത്തിൻ്റെ വക്താവല്ലായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് സമുദായ ചിന്ത ഉപേക്ഷിച്ച് ഒരുമിച്ച് നിന്ന് ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് എല്ലാവരും ഒരുമിച്ച് വിളിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈശോ നമ്മളെ കൊണ്ടുവരുന്നത്. ഈ സമുദായത്തിനും ദൈവരാജ്യത്തിനും ഇടയ്ക്ക് കിടക്കുന്ന ഈശോയുടെ ഒരു സങ്കല്പമുണ്ട്. അത് 2 പ്രാവശ്യമേ സുവിശേഷങ്ങളിൽ വരുന്നുള്ളൂ. മത്തായി 16-ലും 18-ലും സഭ. ഈ സഭയെക്കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വേലക്കാരിയാണ്, ദൈവരാജ്യത്തിലേക്കുള്ള വഴിയായിട്ട് മാറണം. ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവരാജ്യം തന്നെയാണ്. ഇങ്ങനെ ഈശോയുടെ സ്വപ്നവും ഈശോ ജീവിതം സമർപ്പിച്ചതുമായി ദൈവരാജ്യത്തിൽ നിന്ന് മാറി സമുദായത്തിലേക്ക് ചുരുങ്ങാൻ ഒതുങ്ങാൻ നമ്മൾ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന പരിണത ഫലം എന്താണ്? സമുദായത്തിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു സമുദായം മറ്റു സമുദായങ്ങൾ പുറത്തുണ്ടാകും. അത് ശത്രുപക്ഷത്ത് അതിനെ പ്രതീക്ഷിക്കേണ്ടി വരും. ഇതാണ് ദൈവരാജ്യ സങ്കല്പത്തെ വിട്ടിട്ട് സമുദായത്തിലേക്ക്, ഗോത്രത്തിലേക്ക് ചുരുങ്ങാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന അപകടം. പക്ഷെ ഒന്നുകൂടിയുണ്ട്, കുതിരവണ്ടിയെ മുന്നോട്ട് നയിക്കുന്നത് കുതിരയാണ്. ആ കുതിരയ്ക്ക് മുമ്പിൽ കൊണ്ടുപോയി വണ്ടി കെട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? വണ്ടിയും തകരും, കുതിരയും അപകടത്തിലാകും. ദൈവരാജ്യമെന്ന് പറയുന്ന ഈശോയുടെ സ്വപ്നത്തിൻ്റെ മുമ്പിൽ, ആ ലക്ഷ്യത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അതിനും പ്രാധാന്യം കൊടുത്ത് സമുദായത്തെ, ഗോത്രത്തെ പ്രതിഷ്ഠിച്ചാൽ രണ്ടും അപകടത്തിലാകും. സമുദായവും നശിക്കും, ദൈവരാജ്യവും കൈപ്പിടിയിൽ കിട്ടാതെ വരും.